السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു കാലഘട്ടത്തിലും പ്രവാചകന്മാരെ നിയോഗിക്കുകയും ആ പ്രവാചകന്മാർ ജനങ്ങൾക്ക് നിരന്തരം അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു, ദീനിനെ പറ്റി പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. അള്ളാഹുവിന്റെ മതമായ ഇസ്ലാമിനെ പറ്റി അവർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. പ്രവാചകന്മാരുടെ ദൗത്യം അതാണ്. വളീഫത്തുൽ അംബിയ, അവരുടെ ജോലി അതാണ്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക, ഭയാനകമായ നരകത്തെക്കുറിച്ച് അവരോട് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുക. നരകം ഭയാനകമാണ്, വലിയ അപകടം പിടിച്ചൊരു ലോകമാണ് നരകം. അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് ചെന്ന് ഭവിക്കരുത്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കണം. അല്ലെ, എല്ലാ പ്രവാചകന്മാരും ആ രൂപത്തിൽ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔന്റെ അടുക്കൽ പോയിട്ട് പറഞ്ഞതാണ്, ഫിർഔൻ, ഞാൻ നിനക്ക് നേരായ വഴി കാണിച്ചു തരാം, നീ കുറച്ചൊന്ന് ഒതുങ്ങ്. വഹദിയക ഇലാ റബ്ബിക ഫതഖ്ശ, ഞാൻ നിനക്ക് എന്ത് ചെയ്യാം, നേരാ വഴി കാണിച്ചു തരാം. ഓരോ പ്രവാചകന്മാരും ഈ രൂപത്തിൽ ജനങ്ങളോട് പറഞ്ഞുകൊണ്ടേയിരുന്നു. നമ്മൾ പറഞ്ഞു, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞു അവസാനം സഹികെട്ട് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് ദുആ ചെയ്തു. അവസാനം 950 വർഷം ദഅവത്ത് നടത്തിയ നൂഹ് നബി അവസാനം അല്ലാഹുവിനോട് ദുആ ചെയ്യാണ്. അല്ലേ, ഖാല റബ്ബി, ഏ റബ്ബേ, അല്ലാഹുവേ, ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറ, ഈ ഭൂമിയിൽ ഒരു കാഫിറിനെ നീ ബാക്കി വെക്കണ്ട അല്ലാ, നശിപ്പിച്ചു കള, എല്ലാത്തിനെയും നശിപ്പിച്ചു കള. ഇത്രയും ഞാൻ പിറകെ നടന്ന് അവരെ ദഅവത്ത് ചെയ്ത് നിന്നിലേക്ക് ക്ഷണിച്ച് നിന്നെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറഞ്ഞു കൊടുത്ത് നീ അവർക്ക് കൊടുത്ത നിഅമത്തുകളെ കുറിച്ച് പറഞ്ഞു കൊടുത്ത് പാപമോചനം തേടി അള്ളാഹുവിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹു സമൃദ്ധമായി മഴ തരും, ഭക്ഷണം തരും, മക്കളെ തരും, എല്ലാം തരും എന്ന് ഞാൻ പറഞ്ഞിട്ടും അള്ളാഹുവെ അവർ പിന്തിരിയാണ്. അവർക്കതൊന്നും വേണ്ട. അവർക്ക് നിന്നെ അനുസരിക്കാൻ അവർ തയ്യാറല്ല. നിന്റെ ദീനിനെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തത് കേൾക്കാൻ അവർ തയ്യാറല്ല. അതുകൊണ്ട് ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറ, ആരും ബാക്കിയാക്കണ്ട, എല്ലാരും നീ നശിപ്പിക്കും. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ ആണ്, ഇന്നക ഇൻ തദർഹും യുദില്ലു ഇബാദക, ഏ അല്ലാഹ്, നീ എങ്ങാനും ഇവരെ ബാക്കിയാക്കിയാൽ, നൂഹ് നബിയുടെ സങ്കടം പറയാണ് അല്ലാഹുവോട്, നീ എങ്ങാനും ഇവരെ ബാക്കി വെച്ചാൽ, ഇന്നക ഇൻ തദർഹും യുദില്ലു ഇബാദക, നിന്റെ അടിമകളെ ഇവർ പഴപ്പിച്ചളയും.
നിന്റെ അടിമകൾ ഇവരെ പഴപ്പിച്ചു കളയും. മാത്രമല്ല ഫാജിരികളായ തെമ്മാടികളായ കുറെ എണ്ണത്തിനെ ജനിപ്പിക്കുമെന്നല്ലാതെ ഇവരുടെ ഒന്നും ഉണ്ടാകുന്നില്ല. ആ രൂപത്തിൽ അഹങ്കാരികളും ധിക്കാരികളുമായിട്ട് മാറാണ് ഇവർ. അങ്ങനെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ അള്ളാഹു കേട്ടു. 950 വർഷം ദഅവത്ത് ചെയ്ത നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പരിഹാസങ്ങളും കുത്തുവാക്കുകളും പീഡനങ്ങളും ഏറെ സഹിച്ചു. നാട്ടിലെ പ്രമാണിമാരൊക്കെതിരെ, മുതലാളിമാരൊക്കെതിരെ, സ്വാധീനമുള്ളവരെതിരെ, സമ്പത്തുള്ളവരെതിരെ, എല്ലാവരും എതിരെ. ആർക്കും വേണ്ടാത്തൊരു പ്രവാചകൻ ഇങ്ങനെ തേരാപ്പാര നടന്ന് ദഅവത്ത് ചെയ്തോണ്ടേയിരുന്നു. അവസാനം അള്ളാഹു നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൽപ്പിക്കുകയാണ്, വസ്നഇൽ ഫുൽക ബിഅഅ്യുനിനാ വവഹ്യിനാ വലാ തുഖാതിബ്നി ഫില്ലദീന ളലമൂ ഇന്നഹും മുഗ്റഖൂൻ. തീരുമാനമാണ്, നൂഹേ നീ എന്താക്ക്, കപ്പലുണ്ടാക്ക്. എന്റെ ഉത്തരവാദിത്തത്തിൽ, എന്റെ നിർദ്ദേശപ്രകാരം ഞാൻ പറയുന്നത് പോലെ കപ്പലുണ്ടാക്കണം. വലാ തുഖാതിബ്നി ഫില്ലദീന ളലമൂ, ഇനി നീ എന്ത് ചെയ്യാൻ പാടില്ല, അക്രമികളായ ധിക്കാരികളായ ജനങ്ങളെ കുറിച്ച് നീ ഒന്നും മിണ്ടാൻ പാടില്ല. ഖലാസ്, അവരെ കാര്യത്തിൽ തീരുമാനമായി. ഇന്നഹും മുഗ്റഖൂൻ, അവരെ മുക്കിക്കൊല്ലാൻ ഞാൻ പോവാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം കപ്പൽ ഉണ്ടാക്കാൻ തുടങ്ങി. വയസ്നഉൽ ഫുൽക ബിഅഅ്യുനിനാ വവഹ്യിനാ, അല്ലേ? നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം കപ്പൽ ഉണ്ടാക്കാൻ തുടങ്ങി. ആ സമയത്ത് ജനങ്ങളൊക്കെ കാണാൻ തുടങ്ങി. നൂഹ് നബി മരം കയറ്റിക്കൊണ്ട് പോകുന്നു മലന്റെ മേലേക്ക്. മരം കയറ്റിക്കൊണ്ട് പോവാണ് മലന്റെ മേലേക്ക്. ആളുകളൊക്കെ കളിയാക്കാൻ തുടങ്ങി. നൂഹേ, ഈ നാട്ടിൽ താഴെ തന്നെ വെള്ളമില്ല, ഈ നാട്ടിൽ താഴെ തന്നെ വെള്ളം കിട്ടാനില്ല, എന്നിട്ടാണോ ഈ മലന്റെ മേലെ നീ മരം കൊണ്ട് പോയിട്ട് കപ്പലുണ്ടാക്കാൻ പോകുന്നത്? കളിയാക്കാൻ തുടങ്ങി. എല്ലാരും പരിഹസിക്കാൻ തുടങ്ങി. ഇവൻ പൊട്ടനാണ്, ഇവൻ ഇത്രയും നാളിങ്ങനെ പൊട്ടനായിട്ട് നടന്നു, ഇനിയിപ്പം മരവും കയറ്റിയിട്ട് മലന്റെ മേലെ കപ്പലുണ്ടാക്കാൻ പോവാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖാല ഇൻ തസ്ഖറൂ മിന്നാ ഫഇന്നാ നസ്ഖറു മിൻകും കമാ തസ്ഖറൂൻ. ഇപ്പൊ നിങ്ങൾ കളിയായിക്കോ, കുഴപ്പമൊന്നുമില്ല, കുറച്ചു കഴിഞ്ഞാൽ ഞാനും നിങ്ങളെ കളിയാക്കും. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം വ്യക്തമായ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ് കപ്പലുണ്ടാക്കുന്നത്. അങ്ങനെ കപ്പലുണ്ടാക്കി. ചുരുക്കി പറയാം, നമുക്ക് കാര്യം മനസ്സിലാക്കാൻ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു കൽപ്പിച്ചു, വിശ്വസിച്ച എല്ലാവരെയും കയറ്റാൻ പറഞ്ഞു കപ്പലിൽ. എല്ലാരും കയറ്റി. ആകെ മുഫസ്സിരീങ്ങൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറഞ്ഞു. ചിലത് പറഞ്ഞു 70, 72, ചിലത് പറഞ്ഞു 40, ചിലത് പറഞ്ഞു 3. നൂഹ് നബിനെ വിശ്വസിച്ച ആളുകൾ. നൂഹ് നബി 950 വർഷം ദഅവത്ത് നടത്തിയ നൂഹ് നബിനെ വിശ്വസിച്ച ആളുകൾ എണ്ണപ്പെട്ട ആളുകൾ. എണ്ണത്രയായാലും നമ്മളെ സംബന്ധിച്ചൊരു വിഷയമല്ല. ഈ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞവരാണ് മുഫസ്സിരീങ്ങൾ. 3 വരെ പറഞ്ഞ ആളുകളുണ്ട്. വെറും 3 ആള്. അത് മക്കളെ കൂട്ടത്തിലുള്ള, പുറത്തുനിന്ന് ആരും ഇല്ലാതെ. അങ്ങനെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം എല്ലാരും കപ്പലിലേക്ക് കയറി. ഹത്താ ഇദാ ജാഅ അംറുനാ, എന്താ പറയാണ്, ഹത്താ ഇദാ ജാഅ അംറുനാ വഫാറത്ത് തന്നൂർ. അങ്ങനെ എന്റെ കൽപ്പന വന്നപ്പോൾ, എന്താ പറയാണ്, എന്റെ കൽപ്പന വന്നപ്പോൾ വഫാറത്ത് തന്നൂർ, അടുക്കളയിലെ അടുപ്പിൽ നിന്ന് പോലും വെള്ളം പൊട്ടാൻ തുടങ്ങി, ഉറവ പൊട്ടാൻ തുടങ്ങി. അടുക്കളയിലെ തന്നൂർ, തീ കത്തിക്കുന്ന അതിൻ്റെ ഉള്ളിൽ നിന്ന് പോലും വെള്ളം പൊട്ടാൻ തുടങ്ങി. ഖുൽ നഹ്മിൽ ഫീഹാ മിൻ കുല്ലിൻ സൗജൈനി ഇസ്നൈനി വഅഹ്ലക ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗലു വമാ ആമന മഅഹു ഇല്ലാ ഖലീൽ. അള്ളാഹു പറഞ്ഞു, എല്ലാ മൃഗങ്ങളിൽ നിന്നും ഈ 2 ജോഡികളെ കയറ്റാൻ പറഞ്ഞു. അന്നുണ്ടായിരുന്ന മൃഗങ്ങൾ, പക്ഷികൾ, ജീവികൾ, ജന്തുജീവജാലങ്ങൾ എല്ലാത്തിൽ നിന്നും ജോഡികളെയും കപ്പലിൽ കയറ്റാൻ പറഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായിട്ട് കപ്പൽ നിർമ്മിച്ചത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം. എല്ലാരും ജോഡികളെ കയറ്റാൻ പറഞ്ഞു. എല്ലാത്തിൽ നിന്നും ജോഡികൾ, ഒരു ആണ് ഒരു പെണ്ണ്, പക്ഷികളിൽ നിന്ന്, മൃഗങ്ങളിൽ നിന്ന്, എല്ലാ ജീവികളിൽ നിന്നും. എന്താ പറയാ ഖുർആൻ സൂറത്തു ഹൂദ്, ഖുൽ നഹ്മിൽ ഫീഹാ മിൻ കുല്ലി സൗജൈനി ഇസ്നൈൻ വഅഹ്ലക ഇല്ലാ മൻ സബഖ അലൈഹിൽ ഖൗലു വമൻ ആമൻ. ആരൊക്കെ വിശ്വസിച്ചുവോ ആരുടെയൊക്കെ പേരിൽ
ഇത് മുൻകടന്നു പോ അവരൊഴികെ, വിശ്വസിച്ച ആളുകൾ ഒഴികെ. ബാക്കി എല്ലാവരും പുറത്താണ്, വിശ്വസിച്ചവര് മാത്രം അകത്ത്. എന്ന് പറയാണ് നൂഹിനോടൊപ്പം കുറച്ചു പേരല്ലാതെ വിശ്വസിച്ചിട്ടില്ല, കുറച്ചു പേര് മാത്രം. അങ്ങനെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പല് ആളുകളൊക്കെ കയറി, എല്ലാവരും പരിഹസിക്കാണ്, ആർക്കൊന്നും തിരിയുന്നില്ല. കാരണം നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ച അല്ലെ എന്താണ് ഖുർആൻ പറഞ്ഞത്, അവര് ഏറ്റവും ലോക്കൽ ടീം, നാട്ടിലുള്ള ആർക്കും വേണ്ടാത്ത ലോക്കൽസ് ആണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ കൂടിയത്. പ്രമാണിമാർ ആരുമില്ല. നമ്മൾ ഈ കാലഘട്ടമായിട്ടൊക്കെ ചേർത്ത് വായിക്കണം. ഖുർആൻ ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യർക്ക് മാർഗനിർദ്ദേശമാണ് അല്ലെ, ഏതൊരു കാലഘട്ടത്തിന് ഇറങ്ങിയതല്ല. ഖിയാമത്ത് നാൾ വരെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ചരിത്രങ്ങൾ ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്, പല രൂപത്തിലും പല ഭാവത്തിലും. മുതലാളിമാരൊന്നും ഈ കൂട്ടത്തിലില്ല. പാവപ്പെട്ട കുറച്ച് ആളുകൾ, ആർക്കും വേണ്ടാത്ത കുറച്ച് ആളുകൾ, എല്ലാവരും വലിയ കച്ചവട ചിന്തയിലും ബിസിനസ് ചിന്തയിലും അവരിങ്ങനെ വിഹരിക്കാണ്. ബിൽഡിങ്ങൾ കെട്ടാനും ഇൻവെസ്റ്റ് ചെയ്യാനും അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ അതിന്റെ പിന്നിൽ ചർച്ചകളും അതിന്റെ പിന്നിൽ വലിയ വലിയ അല്ലെ അള്ളാഹുവിന്റെ ദീൻ പറയുന്ന കുറച്ചാളുകൾ, അള്ളാഹുവിന്റെ ദീനു വേണ്ടിയിട്ട് ഒരുമിച്ച് കൂടുന്ന കുറച്ചാളുകൾ, അവര് ഒന്നിനു കൊള്ളാത്ത ടീം. അവര് 4-5 പേര് അവിടെ ഇരുന്നിട്ട് എന്താ ചെയ്യാനാ അല്ലെ. മറ്റുള്ളവരോ, അവരൊക്കെ വലിയ ബഡാ ചിന്തകന്മാർ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ അവരാണ്. അള്ളാഹു പറയാണ്, അങ്ങനെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ സഞ്ചരിക്കാൻ തുടങ്ങി. മഴ പെയ്തു. 7 രാത്രിയും 8 പകലും തുടർച്ചയായ മഴ. ഭൂമിയിൽ നിന്നും വെള്ളം പുറത്തേക്ക് പൊട്ടാൻ തുടങ്ങി, ആകാശം പെയ്യാനും തുടങ്ങി, ഭൂമിയിൽ നിന്ന് പൊട്ടാനും തുടങ്ങി. ഈ ദുരന്തങ്ങളൊക്കെ വെറുതെ അങ്ങനെ ഉണ്ടാകുന്നതല്ലല്ലോ, നമ്മളങ്ങനെ വിശ്വസിക്കാനും പാടില്ല. ഭൂമിശാസ്ത്രം അത് വേറെ, അത് ഇവരുടെ കണ്ടുപിടുത്തവും പഠനമൊക്കെയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുരന്തങ്ങൾ വെറുതെ അല്ല. അള്ളാഹു പറഞ്ഞതാണ്, ഞാൻ പേടിപ്പിക്കും, അടിമകളെ പേടിപ്പിക്കാനാണ് ദുരന്തങ്ങൾ ഉണ്ടാക്കുന്നത്. ഒരുപാട് ദുരന്തങ്ങൾ നമ്മൾ കണ്ടു. ഇതുവരെ നമ്മളൊന്നിനും പെട്ടിട്ടില്ല. ഒരുപാട് വെള്ളപ്പൊക്കങ്ങൾ നമ്മൾ കണ്ടു, ഒരുപാട് മരണങ്ങൾ കണ്ടു, ഉരുൾപൊട്ടൽ കണ്ടു. നമ്മളിപ്പോഴും ഇവിടെ ഉണ്ട്, ബാക്കിയാണ്. നമുക്ക് അള്ളാഹു നമുക്ക് സമയം തരാണ്. അള്ളാഹു പറഞ്ഞു, അടിമകൾക്ക് ഞാൻ ഓർമ്മപ്പെടുത്തലാണ് ഇതൊക്കെ. ആകാശത്ത് നിന്ന് മഴ പെയ്യാൻ തുടങ്ങി, ഭൂമിയിൽ നിന്ന് വെള്ളം പൊട്ടി പുറത്തു വരാൻ തുടങ്ങി, വെള്ളം നിറയാൻ തുടങ്ങി, ആളുകൾ മുങ്ങാൻ തുടങ്ങി, വീടുകൾ മുങ്ങി, നാട് മുഴുവനും മുങ്ങി, അവസാനം മലയോളം വെള്ളമായി. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ സഞ്ചരിക്കാൻ തുടങ്ങി. വഹിയ തജ്രി ബിഹിം ഫീ മൗജിൻ കൽ ജിബാൽ. മലകളെപ്പോലെയുള്ള തിരമാലകൾ അടിക്കാൻ തുടങ്ങിയ വെള്ളത്തിൽ. ലോകം മുഴുവനും വെള്ളം നിറഞ്ഞ ആകെ ഒരു പ്രളയം അതാണ്. ഭൂമി മുഴുവൻ വെള്ളത്തിൽ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ച ആ ചില്ലറ ആളുകളും മാത്രമേ അന്ന് ഭൂമിയിൽ അവശേഷിപ്പുള്ളൂ. ഭൂമിയിൽ വേറെ ആരുമില്ല. തലമുറ അത്രേ ആയിട്ടുള്ളൂ. ആദം നബിയിൽ നിന്ന് 10 തലമുറ കഴിഞ്ഞിട്ടുള്ളൂ. എല്ലാവരും നശിച്ചു. കപ്പൽ സഞ്ചരിക്കാൻ തുടങ്ങി. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം നോക്കുമ്പോണ്ട് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു മകൻ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിക്കളിക്കുക, വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി താഴുന്നുണ്ട്, പൊന്തുന്നുണ്ട്. ഒരു ബാപ്പയുടെ മനസ്സ് ഉണർന്നു. ബാപ്പ മോനെ വിളിച്ചു, മോനെ കപ്പലിൽ കയറ്. വനാദാ ഇബ്നഹു യാ ബുനയ്യ ഇർകം മഅന വലാ തകുൻ മഅൽ കാഫിരീൻ. മോനെ, നീ കാഫിരീങ്ങളെ കൂട്ടത്തിൽ പെടരുത്, നീ കപ്പലിലേക്ക് കയറി, നമ്മളെ കൂടെ കയറി. മലമലോ കുന്നുമലോ കയറി രക്ഷപ്പെട്ടോളാം. ഞാൻ ഏതെങ്കിലും കുന്നിന്റെ മേലെ കയറി രക്ഷപ്പെട്ടോളാം, ഞാൻ നിങ്ങളെ കൂടെ കയറൂല. ഞാൻ ഏതെങ്കിലും കുന്നിന്റെ മേലെ പിടിച്ചു കയറിക്കോളെ, രക്ഷപ്പെട്ടോളാം. ആ സമയത്ത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മോനെ, ഇന്നത്തെ ദിവസം, കാരണം ഒരു പ്രവാചകന് വഹി ഇറങ്ങാണ്, ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, മോനെ, ഇന്നത്തെ ദിവസം അള്ളാഹു കരുണ ചെയ്തവരല്ലാതെ ആരും രക്ഷപ്പെടൂല, നീ കപ്പലിലേക്ക് കയറിക്കോ. എന്താ അള്ളാഹ് പറഞ്ഞേ? അള്ളാഹ് പറയാണ്, വഹാല ബൈനഹുമൽ മൗജു ഫകാന മിനൽ മുഗ്റഖീൻ.
നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമും മകനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മകൻ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങിച്ചാകുന്നുണ്ട്. മോനെ കയറുന്നത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ച് പറയുന്നുണ്ട്, മോന് ബാണ്ടവാപ്പ, ഞാൻ ഏതെങ്കിലും കുന്നോ മലയോ കയറി പിടിച്ച് കയറിക്കോളാം, ഞാൻ രക്ഷപ്പെട്ടോളാം, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ കയറുന്നില്ല എന്ന് മോൻ പറയുന്നു. ഉടനെ തന്നെ വഹാല ബൈനഹുമൽ മൗജ്, അവർ രണ്ടുപേർക്കും ഇടയിൽ വലിയൊരു തിരമാല മറയിട്ടു. വലിയൊരു തിരമാല വന്നിട്ട് അങ്ങ് മറയിട്ടു. ബാപ്പയെയും മോനെയും വേറെ വേറെ ആദർശത്തിന്റെ പേരിലല്ലാത്തൊരു ബന്ധം അള്ളാഹു അംഗീകരിക്കുന്നില്ല. ആദർശത്തിന്റെ പേരിൽ അല്ലാത്തൊരു ബന്ധം അള്ളാഹു അംഗീകരിക്കുന്നില്ല. ദുനിയാവിലെ മക്കളും കുടുംബവും എല്ലാം സീനത്തുൽ ഹയാത്തുദ് ദുനിയ. അള്ളാഹ് പറഞ്ഞതാണ്, ആദർശം മാത്രമാണ് പ്രധാനം. ആദർശം മാത്രമാണ് പ്രധാനം. ദീന് മാത്രമാണ് പ്രധാനം. അവിടെ ഭാര്യയില്ല, അവിടെ മക്കളും ഇല്ല, അവിടെ ആരുമില്ല. ദീന് മാത്രമാണ്. ദീനിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട്, ആദർശത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരു കുടുംബമില്ല, ഒന്നുമില്ല. കാരണം എന്താണ്? കാരണം നാളെ ആഖിറത്തിൽ നമ്മളെ ജയിപ്പിക്കുന്നത്, നമ്മളെ സ്വർഗത്തിലെത്തിക്കുന്നത് നമ്മളുടെ ദീന് മാത്രമാണ്. വേറെ ആരും എത്തിക്കില്ല. അള്ളാഹു മാറ്റി. ബാപ്പയുടെയും മോന്റെയും സംസാരം കേട്ടുകൊണ്ടിരുന്ന അള്ളാഹു രണ്ടുപേർക്കും ഇടയിൽ വലിയ തിരമാലയെ അള്ളാഹു കൊണ്ടുവന്ന് സൃഷ്ടിച്ചു. അങ്ങനെ ആ കനാൻ എന്ന് പറയുന്ന നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മകൻ മുങ്ങി ചത്തു. ആ വെള്ളത്തിൽ തീർന്നു, ഖലാസ്. എന്നിട്ട് അള്ളാഹു ആകാശത്തോട് പറയാണ്, ഇതൊക്കെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീനിലേക്ക് ഒരു പ്രവാചകൻ ക്ഷണിക്കുകയും നിരന്തരം അവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കുകയും എന്നിട്ട് അതിൽ നിന്ന് കളവാക്കി പിന്തിരിഞ്ഞ് പരിഹസിച്ച് ഇതൊന്നും നമുക്ക് പറഞ്ഞതല്ല, ഇതിനൊന്നും കൂടെ നമ്മളില്ല, നമുക്ക് നമ്മുടേതായ ലൈഫുണ്ട്, നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങളുണ്ട്, നമുക്ക് നമ്മുടേതായ താല്പര്യങ്ങളുണ്ട്, അതനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോവുള്ളൂ. നിങ്ങളുടെ ദീനും നിങ്ങളുടെ ഹദീസൊക്കെ നിങ്ങളെടുത്ത് വെച്ചോ. ഈ പ്രാകൃതമായ 7-ാം നൂറ്റാണ്ടിൽ നടന്ന ഈ പറഞ്ഞ പ്രാകൃതമായ രീതികൾ അനുസരിച്ച് ജീവിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് ഈ കാലഘട്ടത്തിൽ ആണും പെണ്ണും ഒരുപോലെ സംസാരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമുക്ക് നമ്മുടേതായ താല്പര്യങ്ങൾ അതനുസരിച്ച് നമ്മൾ ജീവിക്കുള്ളൂ എന്ന് പറയുമ്പോൾ, കഴിഞ്ഞു പോയ കാലഘട്ടത്തിൽ ഉടമസ്ഥനായ അള്ളാഹു ഈ പ്രവാചകന്മാരുടെ ഖൗമിനെ നശിപ്പിച്ച രീതി എങ്ങനെയാണെന്നും എങ്ങനെയാണ് അവരില്ലാതായതെന്നും അള്ളാഹു നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതൊക്കെയാണ് വരാൻ പോകുന്നത്. പക്ഷെ നമുക്ക് കുറച്ച് കാലതാമസമുണ്ട്. മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് അല്ലെങ്കിൽ എപ്പോഴേ തീരണ്ടിയായി. മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് അള്ളാഹു കാലതാമസം കൊടുത്തു, പെട്ടെന്ന് ശിക്ഷിക്കൂല. അത് അള്ളാഹു റസൂലിന്റെ ദുആണ്. അള്ളാഹുവെ എന്റെ ഉമ്മത്തിനെ നീ ഒന്നടങ്കം നശിപ്പിക്കരുത് എന്ന് അള്ളാഹു റസൂലിന്റെ ദുആണ്. അള്ളാഹു സ്വീകരിച്ചു. മുഹമ്മദ് ഈ ഉമ്മത്ത് ഒരൊറ്റടിക്കില്ലാണ്ടാവില്ല. ഏതുപോലെ? മുൻകാലഘട്ടത്തിലുള്ള സമുദായങ്ങൾ നശിച്ചതുപോലെ. ആദ് ഒറ്റടിക്കില്ലാണ്ടായി, സമൂദ് ഒറ്റടിക്കില്ലാണ്ടായി, ഹൂദ് നബിയുടെ ഖൗമ്, നൂഹ് നബിയുടെ ഖൗമ് ഒരു പ്രളയത്തോടു കൂടി പൂർണ്ണമായിട്ട് പിന്നെ അങ്ങനെ ഒന്നുമില്ല. അല്ലെ? അള്ളാഹു പറഞ്ഞു ഫഹൽ തറാ ലഹും മിൻ ബാഖിയ, അവര് ബാക്കിയാക്കി എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? ഖലാസ്. ആ രൂപത്തിൽ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിനെ അള്ളാഹു പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാക്കി. ഖുർആൻ അള്ളാഹു നമ്മൾ ഓർമ്മപ്പെടുത്താണ്. വഹും അശദ്ദു മിന്നാ ഖുവ്വ, അള്ളാഹു പറയാണ് നിങ്ങളെക്കാൾ ശക്തന്മാരായ ആദ് ഗോത്രങ്ങൾ അവർ വെല്ലുവിളിച്ചു, ലോകത്തെ വെല്ലുവിളിച്ചു. നമ്മളെ അതിജയിക്കാൻ ഇനി ആരുമില്ല, വയൻഹിതൂന മിനൽ ജിബാലി ബുയൂത, മലകൾ തുരന്ന് വീടുകൾ ഉണ്ടാക്കി, പാറകൾ തുരന്ന് വീടുകൾ ഉണ്ടാക്കി, കൊട്ടാരങ്ങൾ ഉണ്ടാക്കി, അതിൻ്റെ ഉള്ളിൽ സുഖലോലുവന്മാരായിട്ട് അവർ ജീവിച്ചിട്ട് അവർ ലോകത്തോട് പറഞ്ഞു, ഇനി നമ്മളെ വെല്ലാൻ, നമ്മളെ നശിപ്പിക്കാൻ ഇനി ആരും വരില്ല, ആർക്കും കഴിയില്ല. അള്ളാഹു പഠിപ്പിക്കാതെ നമ്മളെ, നിങ്ങളെക്കാൾ ശക്തന്മാരായവര് കഴിഞ്ഞുപോയി. ഒരു ശബ്ദം, ഒരു സൗണ്ട് അല്ലെ? ശാസ്ത്രം പറയുന്നുണ്ട് ചില ശബ്ദങ്ങൾ മനുഷ്യന്റെ ആന്തരികമായ എല്ലാത്തിനെയും പൊടിയാക്കി കളയും. ശബ്ദം അധികരിച്ച് നമുക്കറിയാലോ. ആ രൂപത്തിൽ ഘോരമായൊരു ശബ്ദം ഉണ്ടായി, എല്ലാരും അങ്ങ് തീർന്നു. ആദ് ഗോത്രത്തെ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗോത്രത്തെ അള്ളാഹു പൂർണ്ണമായിട്ട് വെള്ളത്തിൽ നശിപ്പിച്ചു, മുങ്ങിച്ചത്തുണ്ടായി. വഖീല, അള്ളാഹു പറഞ്ഞു യാ അർളുബ്ലഈ മാഅകി, അല്ലെ? നമ്മളിങ്ങനെ മഴ പെയ്യുമ്പോഴും മഴ തീർത്ത് പെയ്യുമ്പോഴും മലകളിൽ നിന്നും ഉരുൾപൊട്ടലുണ്ടായി വെള്ളവും കല്ലും പാറയും ഉരുണ്ട് വീടുകളുടെ മേലെ പതിക്കുമ്പോഴും നമ്മളിങ്ങനെ ആശ്ചര്യപ്പെടാണ്.
അവിടെ വയനാട് ആയതുകൊണ്ടാണ്, അവിടെ ഫുള്ള് മലയല്ലേ, അവിടെ ഫുള്ള് വെള്ളം നിറഞ്ഞിട്ട് അങ്ങനെ നമ്മളങ്ങനെ ചിന്തിക്കേണ്ടവരല്ല. ഭൂമിശാസ്ത്രപരമായിട്ട് അത് അങ്ങനെയാണ്. നമ്മുടെ അടുത്ത് വെള്ളം കയറാൻ സാധ്യതയില്ല, കാരണം നമ്മൾ താഴ്ന്ന പ്രദേശമാണ്, അല്ലെങ്കിൽ നമ്മളെ പാറയുള്ള പ്രദേശമാണ്. അതൊക്കെ ഒരു മുഅ്മിൻ സംസാരിക്കേണ്ടതല്ല. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വെള്ളം പൊട്ടിയത് ഓരോ വീട്ടിന്റെ അടുപ്പിൽ നിന്നാണ് വെള്ളം പൊട്ടിയത്. വെള്ളം പൊട്ടാണ്. അള്ളാഹു ആകാശത്തോട് പറഞ്ഞു, വഖീല, പറയപ്പെട്ടു, യാ അർളു, ഭൂമി അള്ളാഹ് വിളിക്കുകയാണ്, ഇബ്ലഈ മാഅകി, നിന്റെ വെള്ളത്തെ നീ നിർത്ത് ഭൂമി. ഭൂമി അള്ളാന്റെ സൃഷ്ടിയാണ്. അള്ളാഹ് പറയുന്നത് പോലെ എവിടെ കുലുങ്ങണോ, എവിടെ ഒടിക്കണോ, എവിടെ തിറക്കണോ, എവിടെ വീഴണോ അള്ളാഹ് പറയും. പടുകൂറ്റൻ ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ള തത്രപ്പാടിലാണ്, മത്സരത്തിലാണ് ലോകം അല്ലെ. ഭൂമി പടർന്ന് അതിനെയൊക്കെ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളയാൻ അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ല. പക്ഷെ മനുഷ്യൻ വേറെ ഏതോ ലോകത്ത് ജീവിക്കാം. യാ അർളു ഇബ്ലഈ മാഅകി, ഭൂമി നീ നിന്റെ വെള്ളത്തെ കുടിക്ക്, വെള്ളത്തെ വലിക്ക്, നിർത്ത്. വയാ സമാഉ അഖ്ലിഇ മാ, വയാ സമാഉ അഖ്ലിഇ, അല്ലാഹ് പറയാണ്, ആകാശമേ നീ നിർത്ത്, നിന്റെ വെള്ളത്തെ നീ നിർത്ത്, മതി, ഇനി മതി. ആകാശം വെള്ളം നിർത്തി, പെയ്യൽ നിർത്തി, ഭൂമി വെള്ളം പുറത്തേക്ക് കൊണ്ടുവരുത്തി നിർത്തി, എല്ലാം ശാന്തമായി. വഗീദൽ മാഉ വഖുദിയൽ അംറു വസ്തവത് അലൽ ജൂദി വഖീല ബുഅദൻ ലിൽ ഖൗമിൽ ളാലിമീൻ. അങ്ങനെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ ജൂദി പർവ്വതത്തിൽ കൊണ്ട് നങ്കൂരമിട്ടു. നമ്മൾ ഇത് പറഞ്ഞത്, ഈ ചരിത്രം പറഞ്ഞത് നമ്മൾ പറഞ്ഞു വരികയാണ്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദഅവത്ത്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. ജനങ്ങൾ ധിക്കരിച്ചു, ജനങ്ങൾ പിന്തിരിഞ്ഞു കളഞ്ഞു, വേണ്ടാന്ന് വെച്ചു. അവർക്കുണ്ടായത്, ഭൂമിയിൽ തന്നെ അവർക്കുണ്ടായത്, നാളെ ആഖിറത്തിൽ അവർ കാലാകാലം നരകത്തിലാണ്. ഭൂമിയിൽ അവർക്കുണ്ടായതാണ്. അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് പിന്തിരിഞ്ഞു കളയുന്നവർക്ക് അള്ളാഹു ബാക്കിയാക്കുന്നത് ഇതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒന്ന് ദഅവത്ത്, നമ്മൾ ദഅവത്തിന്റെ ആളാവുക, ദഅവത്ത് ചെയ്യുന്നവരാവുക. ജനങ്ങൾക്ക് ഭ്രാന്തനെ പോലെ പറഞ്ഞു കൊടുക്കുക, അല്ലെ. സാധാരണ പറയാറുണ്ട്, അല്ലെ, ജമാഅത്തിലൊക്കെ പോകുമ്പോൾ പറയാറുണ്ട്, ഒരു ഭ്രാന്തന്റെ സിഫത്ത് ഉണ്ടാവും. ഒരു ദായിക്ക് ഉണ്ടാവേണ്ട സിഫത്തുകൾ ഒരു ഭ്രാന്തന്റെ സിഫത്താണ്. ഒരു ഭ്രാന്തൻ പറഞ്ഞുകൊണ്ടേ നടക്കും. ഓനാരെങ്കിലും കളിയാക്കിയാലോ ചീത്ത വിളിച്ചാലോ മെയിൻറ്റാക്കോ, നിർത്തോ, പരിപാടി നിർത്തോ. ഒരു ഭ്രാന്തൻ, നീ എന്താ ഇങ്ങനെ നടക്കുന്നത് വെച്ചാൽ ഒന്നാള് മുതൽ നല്ല ഡീസന്റ് ആയിട്ടോടെ ഇരിക്കോ? ഇല്ല, അവൻ ഭ്രാന്തനാണ്. അവൻ പിന്നെ അതേപോലെ, അവൻ ആരും മുഖവിലൊക്കെ എടുക്കൂല. അതുപോലെ ദഅവത്ത് ചെയ്യണം, ദീനിലേക്ക് ക്ഷണിക്കണം, അള്ളാഹിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തോണ്ടേയിരിക്കണം, അള്ളാഹിനെ കുറിച്ച് കേട്ടോണ്ടേയിരിക്കണം. നാം പറയുന്നു, പരിശുദ്ധ ഖുർആൻ, നമ്മൾ ഇനിയും പരിശുദ്ധ ഖുർആനിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഞാൻ പറയുന്നു. എന്തുകൊണ്ട് ഞാൻ പറയുന്നു? ഖുർആൻ ഹാഫിളായി 2008 മുതൽ നമ്മൾ പഠിക്കണം. 2008 മുതൽ. ഞാൻ ആദ്യം ഹിഫ്ളിന് പോകുന്നത് 2008 ഹാഫിളായി. അങ്ങനെ പിന്നെ നമ്മൾ വേറെ വിഷയങ്ങളൊന്നും പഠിച്ചിട്ടില്ല. ഈ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് എന്ന് പറയുന്നതിലൊക്കെ നമ്മൾ പോയിട്ടില്ല. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് 10ാം ക്ലാസ്സും കഴിഞ്ഞ്, പ്ലസ് ടു കഴിഞ്ഞ്, ഡിഗ്രി കഴിഞ്ഞ് 2008 മുതൽ പഠിച്ച് 2025 ഇപ്പോഴും നമ്മൾ പഠിക്കുകയാണ്. നമ്മൾ ഖുർആൻ പഠിക്കുകയാണ്. ഖുർആന്റെ ഇതുവരെ പഠിക്കാത്തതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നു, ഇപ്പോഴാണ് നമ്മൾ ഖുർആനിലേക്ക് ഒന്ന് കാലെടുത്ത് വെക്കുന്നത്. സത്യം, ഞാൻ എന്നെ കുറിച്ച് പറയാണ്, ബാക്കിയുള്ളവരെ കുറിച്ച് എനിക്കറിയില്ല. ഖുർആന്റെ ആയത്തുകൾ വെറുതെ ഓതുന്നതിനപ്പുറം എന്തിനാ ഖുർആന്? അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, നിങ്ങൾ എന്തേ ഖുർആനിൽ ഉറ്റാലോചിക്കാത്തത്? നിങ്ങളുടെ ഹൃദയം പൂട്ടിട്ടിരിക്കുകയാണോ? അള്ളാഹ് ചോദിച്ചത്. അത് വെറുതെ ഒരു ചോദ്യമല്ല. വെറുതെ ഖുർആൻ ഓതിയ കൂലിയാണ്, ഖുർആൻ നോക്കിയ കൂലിയാണ്, ഖുർആൻ എടുത്ത കൂലിയാണ്, ഖുർആനുമായി ബന്ധപ്പെട്ടതെല്ലാം കൂലിയാണ്. വെറുതെ ഖുർആൻ ഓതണ്ട. ഖുർആൻ എടുത്തിട്ട് വെറുതെ നോക്കിക്കാണ്. നമ്മളെ ഏടിൽ നന്മ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് നോക്കിയാൽ കൂലി കിട്ടുന്ന ഒരു സാധനം ഖുർആനാണ്.
ഓരോ സൂറത്തും പ്രിയപ്പെട്ടവരെ നമ്മൾ വായിക്കണം. നമ്മൾ വെറുതെ ഒരു ചടങ്ങായി കാണരുത്. ഓരോ സൂറത്തും. സൂറത്തുൽ മുദ്ദസ്സിർ, ഞാൻ ഈയിടെയായിട്ട് ഈ ഒരാഴ്ചന്റെ ഉള്ളിൽ ഞാൻ ഒന്ന് കൂടുതലായിട്ട് ഇറങ്ങിയ ഒരു സൂറത്തായിട്ട് പറയാം. സൂറത്തുൽ മുദ്ദസ്സിർ നമ്മൾ കേൾക്കുന്നതാണ്, നമ്മൾ കുറെ ഓന്നതാണ്, നമുക്കറിയാം. സൂറത്തുൽ മുദ്ദസ്സിർ, സൂറത്തുൽ മുദ്ദസ്സിറിൽ വലീദ് ബിൻ മുഗീറ അൽ മഖ്സൂമി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആക്ഷേപിച്ചുകൊണ്ടുള്ള ആയത്തുകളുണ്ട്. വലീദ് ബിൻ മുഗീറ അൽ മഖ്സൂമി, അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് ഖുർആൻ ആയത്തുണ്ട്. അവിടുന്ന് തുടങ്ങി അങ്ങോട്ട് അള്ളാഹു ഉപദേശിക്കാണ്. നമ്മൾ വെറുതെ ഓതിപ്പോരുത്. അർത്ഥം വായിക്കാണെങ്കിൽ തന്നെ, മലയാളം വായിച്ചോ, അർത്ഥം വായിക്കാണെങ്കിൽ തന്നെ ഓരോന്ന് വായിച്ച് ചിന്തിച്ച് വായിച്ചു പോകണം. സുബ്ഹാനല്ലാഹ്. എന്നാലേ നമുക്ക് അതിന്റെ തഅ്സീർ ഉണ്ടാവുള്ളൂ. വലീദ് ബിൻ മുഗീറ അബൂ ഖുഹാഫ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉപ്പാന്റെ അടുത്ത് പോയിട്ട് ഖുർആൻ കേട്ടു. അബൂ ഖുഹാഫ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉപ്പ. അതേപോലെ നബീന്റെ അടുത്ത് വന്നിട്ടും ഖുർആൻ കേട്ടു. നബീന്റെ അടുത്ത് നിന്നും ഖുർആൻ കേട്ടു. വലീദ് ബിൻ മുഗീറ ഖുറൈശികൾക്കിടയിൽ വലിയ നേതാവാണ്, കവിയാണ്, അറബി സാഹിത്യപ്പെടുവാണ്. വലീദ് ബിൻ മുഗീറ കവിയാണ്. കവിതയുടെ എല്ലാ ഉസ്ലൂബുകളും ആർക്കറിയാം? വലീദിനറിയാം. ഏതൊരു കവിത പാടിയാലും ഇത് എന്താണ്, ഇത് ഏതാണ്, ഇത് ലഹജ ഏതാണ്, ഇതിന്റെ ഇതേ സജാ ഏതാണ്, എല്ലാം പറയും. ആ വലീദ് ഖുർആൻ കേട്ടപ്പം ആകെ നെട്ടി. മുഹമ്മദ് നബിന്റെ അടുത്തേക്ക് പോയി, ഖുർആൻ കേട്ടു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് നാട്ടുകാരോട് പറഞ്ഞു, ഇതൊരു മനുഷ്യന്റെ വാക്കല്ല, ഇതൊരു ജിന്നിന്റെ വാക്കുമല്ല. ഒരു മനുഷ്യന് ഇതൊരിക്കലും പറയാൻ കഴിയില്ല, ഒരു ജിന്നിനും കഴിയില്ല. ഇത് പറയാണ്, ഇതിനൊരു ഹലാവത്തുണ്ട്, വല്ലാത്തൊരു മാധുര്യമുണ്ട് ഈ ഖുർആനിന്, ഒരു ത്വലാവത്തുണ്ട്, ഒരു ശോഭയുണ്ട് ഈ ആയത്തുകൾക്ക്. ഇത് മുഹമ്മദ് പറയുന്ന അള്ളാഹുവിൽ നിന്നുള്ള കലാമ് തന്നെയാണ്. കാരണം കവിത അറിയുന്ന, കവിയിൽ അദബിൽ അറബി സാഹിത്യത്തിന്റെ പടുവായി നിൽക്കുന്ന ആ കാലഘട്ടവും അതാണ്. അന്ന് മക്കയില് ഉക്കാശ ചന്തയില് നുൽമജന്ന ചന്തയിലേക്ക് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നും ജസീറത്തുൽ അറബിൽ നിന്നും ആളുകൾ കൂടും. എന്നിട്ട് പ്രസംഗിക്കും ഒരാൾ കവിത പാടും. എന്നിട്ട് ആളുകൾ വിലയിരുത്തും, ഏറ്റവും നല്ല പ്രസംഗം പറഞ്ഞ ഗോത്ര ഏതാണ്. അന്ന് അറബി സാഹിത്യത്തിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നവർക്ക് വലിയ അഭിമാനമാണ്. ഏറ്റവും നല്ല കവിതകളെ കഅബാലയത്തിൽ കെട്ടിത്തൂക്കും. സബഉൽ മുഅല്ലഖാത്ത് എന്ന് പറഞ്ഞിട്ട് കെട്ടിത്തൂക്കിയ കവിതകളുണ്ട്. ഏറ്റവും നല്ല കവികൾ ആരാണോ അവരെന്ത് ചെയ്യും? അവരുടെ കവിതകളെ ആഴ്ച മുഴുവൻ എന്തുണ്ടാവും? അവരുടെ കവിതയോടെ കെട്ടിത്തൂക്കും. ഇതുപോലെ ഈ ആഴ്ച ജയിച്ച ആളുകളുടെ പേരും പോസ്റ്റർ ഒട്ടിക്ക് എല്ലാവരും കാണും. അടുത്ത ആഴ്ച മത്സരം നടക്കും. അടുത്ത ആഴ്ച മത്സരത്തിൽ ആരാണോ ജയിച്ചത് അവരത്. അതേപോലെ വലീദ് വന്നിട്ട് പറഞ്ഞു, ഇത് അത്ഭുതകരമാണ്, ഇത് മുഹമ്മദിന്റെ വാക്കല്ല. അംഗീകാരത്തിലേക്കാണ് വിശുദ്ധ ഖുർആൻ കേട്ടിട്ട് തിരിച്ചു വന്നു. അബൂജഹൽ അറിഞ്ഞു, ഖുറൈശികൾ അറിഞ്ഞു വലീദിന് മാറ്റമുണ്ട്. കാരണം വലീദ് മാറിയാൽ, ജനങ്ങൾ പറയാൻ തുടങ്ങി, വലീദ് എങ്ങാനും മാറിയാൽ ഖുറൈശിയിലുള്ള വലിയ വിഭാഗം മുഹമ്മദിനനുസരിക്കുന്നതിലേക്ക് എത്തും. ഭയങ്കര അപകടമാണ്. അബൂജഹലിനെ കുറിച്ച് അള്ളാഹു റസൂല് പറഞ്ഞ്, എന്റെ ഉമ്മത്തിൽ ഫിറഔനാണ് അബൂജഹൽ. ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്. അബൂജഹല് കാര്യം അറിഞ്ഞു. അബൂജഹൽ പറഞ്ഞു, ഞാൻ കൈകാര്യം ചെയ്തോളാം, വലീദിനെ ഞാൻ റെഡിയാക്കിക്കോളാം. അല്ലെ, നമ്മളെ കൂട്ടത്തിലല്ലേ ചില ആളുകളൊക്കെ പോയി, അല്ലെ, ഒരാൾ സെൽഫി ആവാൻ അല്ലെങ്കിൽ ജാറങ്ങളും കബറകളൊക്കെ ഒഴിവാക്കി ജീവിക്കാനും അങ്ങനെ തുടങ്ങുമ്പോൾ പോയിട്ട് മെയിൻ്റെ ഇതാക്കുന്ന ആള്. അബൂജഹല് വലീദിന്റെ വീട്ടിലേക്ക് പോയി. വലീദിന്റെ വീട്ടിലേക്ക് പോയിട്ട് സങ്കടപ്പെട്ട പോയത്. പ്ലാൻ ചെയ്തു അബൂജഹല്, സങ്കടപ്പെട്ടു പോയി. വലീദ് പറഞ്ഞു, എന്ത് പറ്റി? ഭയങ്കര സങ്കടത്തിലാണല്ലോ. ആ സമയത്ത് അബൂജഹൽ പറഞ്ഞു, എങ്ങനെയാ സങ്കടപ്പെടാതിരിക്കുക? ജനങ്ങളൊക്കെ നിനക്ക് വേണ്ടിയിട്ട് പൈസ പിരിവ് നടത്തുന്നുണ്ട്, പിരിവ് നടത്താൻ തുടങ്ങിയിട്ടുണ്ട്. നിന്റെ ഗോത്രക്കാരൊക്കെ എന്തിന്? നിങ്ങൾക്ക് പ്രായമായി കഴിഞ്ഞാൽ നിങ്ങളെ കാര്യം നോക്കാനും അതേപോലെ നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ടുള്ള പിരിവാണെന്നാണ് തോന്നുന്നത്. കള്ളം പറയണേ. അബൂജഹൽ അവന് പ്ലാനോടെ അവതരിപ്പിക്കണം. അതിനാണെന്ന് തോന്നുന്നത്. നിങ്ങൾ മുഹമ്മദിന്റെ അടുത്ത് പോയിട്ട് മുഹമ്മദിന്റെ മതമൊക്കെ നല്ലതാണെന്നൊക്കെ പറയാൻ തുടങ്ങി. അവിടെയുള്ള ഭക്ഷണത്തിനൊക്കെ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ജനങ്ങൾ പറയുന്നത്. അവിടെ നിന്ന് എന്തെങ്കിലും ഫുഡ് കിട്ടില്ലേ? ചിലര് പറയലില്ലേ, കുറച്ച് പൈസ കിട്ടുന്നതുകൊണ്ടാണ് അവൻ അപ്പുറം പോയതെന്നൊക്കെ, അല്ലെ? ഓനിക്ക് കുറച്ച് ശമ്പളം അപ്പുറം അധികം കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണോ സെൽഫി ആയത്? എത്ര ആളാ പറഞ്ഞു? കുറച്ച് കൂടുതൽ കിട്ടും അപ്പുറം എത്ര ആളാ പറഞ്ഞു?
അബൂജഹൽ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഭക്ഷണത്തിനുള്ള പിരിവാന്ന് തോന്നുന്നു, ഭക്ഷണത്തിന് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ, പ്രായമായി കഴിഞ്ഞാൽ നിങ്ങളെ ഭക്ഷണം. ഈ സംസാരം വലീദ് ബിൻ മുഗീറയുടെ ആത്മാഭിമാനത്തിനേറ്റ ശക്തമായ പ്രഹരമായിരുന്നു. അത് അബൂജഹലിന് അറിയാം. വലീദിനോട് എങ്ങനെ സംസാരിക്കണം എന്ന് അബൂജഹലിന് അറിയാം. അബൂജഹൽ കണ്ണിങ്ങിൽ എന്തൊക്കെ ആ കാവ്യം അവതരിപ്പിച്ചു. കാരണം നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ പട്ടിണിയായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ മുഹമ്മദിന്റെ അടുത്ത് പോയിട്ട് ആ മുഹമ്മദ് പറയുന്നൊക്കെ ഖുറാനൊക്കെ ശരിയാണെന്ന് നിങ്ങൾ പറഞ്ഞത്. ഞാൻ നാട്ടുകാരെ പറഞ്ഞെടുക്കാണ്, അല്ല ഞാൻ പറഞ്ഞല്ല. എങ്ങനെ ഇത് എന്റെ വർത്താനല്ല, നിങ്ങളെ ഗോത്രക്കാരനെ പറഞ്ഞെടുക്കാം. അവിടെ ഫണ്ട് തുടങ്ങിയിട്ടുണ്ട്, ഫണ്ട് സ്വീപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഉടനെ തന്നെ വലീദ് ബിൻ മുഗീറ പറഞ്ഞു, വലീദിന് അതിന്റെ ആവശ്യമൊന്നുമില്ല, ആരുടെ ഭക്ഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല, വലീദിന് ആരുടെ ഭക്ഷണത്തിനുള്ള ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ വലീദ് തിരിച്ചു പോയിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു, ഇതൊരു സിഹ്റാണ്, ഇതൊരു മാരണമാണ് മുഹമ്മദ്, ഇത് നിന്റെ അള്ളാന്റെ കലാമൊന്നല്ല, ഇതൊരു മാരണം, ഒരു സാഹിറിന്റെ വാക്കുകളാണ്, നിനക്ക് മാറ്റി സംസാരിച്ചു. ഹക്ക് ബോധ്യപ്പെട്ട, സത്യം ബോധ്യപ്പെട്ട വലീദ് ഇബ്നുൽ മുഗീറ സൂഉൽ ജലീസ്, മോശ കൂട്ടുകാരുടെ അവസ്ഥ ഇതാണ്. നമ്മളെ കൂട്ടുകാരൻ മോശമായ ഇവിടെ വാങ്ങുകൊടുത്ത് നിസ്കരിക്കാൻ പോലെ കുറച്ചേന്റെ പോവാപ്പോ ഈ കാവ് തൊടുമ്പത്തേക്ക് പോയാൽ പോരെ എന്ന് പറയുന്ന ഒരുത്തം കൂടെ ഉണ്ടെങ്കിലുണ്ടല്ലോ, സുന്നത്തും പോയി, അവൽ വക്തും പോയി, ചില നിസ്കാരം തന്നെ അവിടെ എത്തുമ്പോഴത്തേക്ക് തീർന്നിട്ടുണ്ടാവും. മോശം കൂട്ടുകെട്ടതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലൊക്കെ എത്ര നമ്മളോട് അല്ലേ, അൽമർഉ അലാ ദീനി ഖലീലിഹി, ഒരുത്തൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിലാണ്. അതുകൊണ്ട് ഫല്യൻദുർ, നിങ്ങൾ എന്ത് ചെയ്യട്ടെ, ശ്രദ്ധിക്കട്ടെ, മയ്യുഖാലിൽ, നിങ്ങൾ ആരെയാണ് കൂട്ടം കൂട്ടുന്നത് എന്ന് ശ്രദ്ധിക്കട്ടെ. അല്ലാഹു റസൂൽ പഠിപ്പിച്ചതുകൊണ്ടാണ്. അബൂജഹൽ കൂട്ടുകാരനാണ്. അബൂജഹൽ പറഞ്ഞതാണ്, ചരിത്രത്തിൽ കാണാം. അബൂജഹൽ പറഞ്ഞാണ്, വലീദ് ബിൻ മുഗീറ എന്റെ കൂട്ടുകാരനാണ്, ഓനെ ഞാൻ റെഡിയാക്കിക്കോളാം. അങ്ങനെ പറഞ്ഞത്. വലീദ് ബിൻ മുഗീറ എന്റെ കൂട്ടുകാരനാണ്, അവന് ഞാൻ റെഡിയാക്കിക്കോളാം. കാരണം അബൂജഹൽ പറഞ്ഞ വലീദ് പെട്ടെന്ന് അങ്ങോട്ട് ഷോട്ട് ചെയ്യൂല എന്ന് അബൂജഹലിന് അറിയാം. വലീദ് പോയിട്ട് പറഞ്ഞു, ഖുർആനെ കുറിച്ച് പറഞ്ഞു. എങ്ങനെ പറഞ്ഞ വലീദാണ്? ഖുർആൻ അത്ഭുതമാണ്, ഖുർആൻ വല്ലാത്തൊരു ലഹരിയുണ്ട്, വല്ലാത്തൊരു ആസ്വാദനമുണ്ട്, അതിന് വല്ലാത്തൊരു ശോഭയുണ്ടെന്ന് പറഞ്ഞ നേരെ തിരിച്ചു പറഞ്ഞു. അതാണ് ഖുർആൻ വലീദ് ഇബ്നുൽ മുഗീറയെ കുറിച്ച് ഖുർആനിൽ സൂറത്തുൽ മുദ്ദസ്സിൽ ആയത്ത്, ദർനി വമൻ ഖലഖതു വഹീദാ വജഅൽതു ലഹു മാലൻ മംദൂദാ വബനീന ശുഹൂദാ വമഹദ്തു ലഹു തംഹീദാ ثم يطمع أن أزيد كلا. അല്ലാഹു പറയാണ്, ദർനി, മുഹമ്മദ് നബിയെ വിട്ടേക്ക്, ദർനി, എന്നെയും വിട്, ദർനി വമൻ ഖലഖതു വഹീദാ, ഒറ്റക്ക് ഞാൻ സൃഷ്ടിച്ച ഒരുത്തനെയും നീ വിട്ടേക്ക്, ഓന്റെ കാര്യം ഇനി ഞാൻ നോക്കിക്കോളാം. വലീദിന്റെ കാര്യം നബിയെ ഇനി ഞാൻ നോക്കി, എനിക്ക് വിട്. മുഫസ്സിറുകൾ പറഞ്ഞു, ദർനി വമൻ ഖലഖതു വഹീദാ, ഞാൻ ഒറ്റക്ക് സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ വലീദ് ജനിക്കുമ്പോ വലീദ് ഒന്നും ഉണ്ടായിരുന്നില്ല. വലീദിന് മക്കളുണ്ടോ? ഇല്ല. വലീദിന് സമ്പത്തുണ്ടോ? ഇല്ല. വജഅൽതു ലഹു മാലൻ മംദൂദാ, അവര് ഞാൻ ഒരുപാട് സമ്പത്ത് നൽകി, വലിയ സമ്പന്നനാണ് വലീദ്. വജഅൽതു ലഹു മാലൻ മംദൂദാ വബനീന ശുഹൂദാ, എല്ലാത്തിനും റെഡിയായി നിൽക്കുന്ന മക്കളെ നൽകി. അള്ളാഹു വലീദിന് കൊടുത്ത അനുഗ്രഹങ്ങൾ അള്ളാഹു പറയാണ്, വലീദിന് സമ്പത്ത് നൽകി, മക്കളെ കൊടുത്തു, എല്ലാം ഞാൻ കൊടുത്തു. സുമ്മ യത്മഉ അൻ അസീദ്, മാത്രമല്ല വലീദ് ഇതിലൊക്കെ അധികം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. കുറെ മക്കൾ ഇനിയും വേണം, കുറെ സമ്പത്ത് ഇനിയും വേണം, ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുത്തരാണ് വലീദ് നബിയെ. അതുകൊണ്ട് ഓന്റെ കാര്യം ഞാൻ ഏറ്റു. കല്ല, ഇനിയില്ല, തീർന്നു. മുഫസ്സിറുകൾ പറയുന്നു, ഈ ആയത്തിറങ്ങിയതിന് ശേഷം പിന്നെ വലീദ് ഇബ്നു മുഗീറക്ക് മക്കൾ ജനിച്ചിട്ടില്ല, അവന്റെ സമ്പത്തിൽ നിന്നൊന്നും കൂടിയിട്ടില്ല. ഖുർആന്റെ ഇജാസ് പറയാണ്, ഖുർആന്റെ മുഅ്ജിസത്ത് പറയാണ്. അതിനുശേഷം വലീദിന്റെ സമ്പത്ത് കൂടിയിട്ടില്ല, വലീദിന് മക്കൾ ജനിച്ചിട്ടില്ല. അല്ലാഹു പറയാണ്, ഇന്നഹു ഫക്കറ വഖദ്ദർ, വലീദ് അവൻ ചിന്തിച്ചു, അവൻ കണക്കാക്കി. ഇന്നഹു ഫക്കറ വഖദ്ദർ സുമ്മ ഖുതില കൈഫ ഖദ്ദർ. അല്ലാഹു പറയാണ്, ഓൻ എങ്ങനെയാണ് കണക്കാക്കിയത്. വലീദ് ആദ്യം നല്ലത് പറഞ്ഞ ഖുർആനെ കുറിച്ച് ചിന്തിച്ചു, ഇതൊന്നും ശരിയാവൂല, എങ്ങനെ പോയാൽ ശരിയാവൂല ചിന്തിച്ചു. നമ്മൾ ആലോചിക്കണം, ഹക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും വിദഅത്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടും വിദഅത്താവാനുള്ള വജ്ഹുകളെല്ലാം വിശദീകരിച്ചു കൊടുത്തിട്ടും എന്തുകൊണ്ട് ഇത് വിദഅത്ത്, എന്തുകൊണ്ട് ആഘോഷിക്കരുത്, എന്തുകൊണ്ട് ഇത് ശിർക്ക്, നിങ്ങൾ ചെയ്യുന്നതിന്റെ അപകടം എന്താണ്, എവിടെയാണ് ഇത് ശിർക്കാകുന്നത്? അള്ളാഹു അല്ലാത്ത കേവലം ഒരു മനുഷ്യനെ നിങ്ങൾ എന്നെ രക്ഷിക്കണേ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അപകടം എത്രയാണ്,
എന്ന് സൂക്ഷ്മമായി പണ്ഡിത ലോകം ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞിട്ടു ചിലർക്കത് ബോധ്യപ്പെടാതെ പോയി, ചിലർക്കത് ബോധ്യപ്പെട്ടു. ശരിയാണ് ഇവര് പറയുന്നത്. എന്നാലും നിലവിലുള്ള പ്രതാപം നഷ്ടപ്പെടുന്നത് പേടിച്ചു പലരും. വലീദ് ഇബ്നുൽ മുഗീറ പേടിച്ചതുപോലെ. ചിലരൊക്കെ അതിലേക്ക് പോയാൽ അവിടുന്ന് കുറച്ച് അധികം പൈസ തരാന്ന് പറഞ്ഞിട്ടുണ്ടാവൂലേ, അതുകൊണ്ടായിരിക്കും പോയത് എന്ന് ചിലര് പറയും എന്നത് പേടിച്ചു ചിലര്. ഈ നിൽക്കുന്ന സ്ഥാനവും ഈ നിൽക്കുന്ന കസേരയും അല്ലെ, ചിലരൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു പോയിക്കൂടെ, കേരളം മുഴുവനും നിങ്ങളെ സ്നേഹിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നില്ലേ, ഇന്ന് യൂട്യൂബിലെ കമന്റിലൊക്കെ ഫുള്ള് തെറിയാണല്ലോ, നിങ്ങൾക്ക് പഴയതിലേക്ക് തിരിച്ചു പോയിക്കൂടെ. ചിലരോട് ഇത്രയേ ഉള്ളൂ. പ്രതാപം ആഗ്രഹിക്കുന്നവർക്കാവാം, സ്ഥാനവും മാനവും ഇരിക്കുന്ന കസേരയും ആഗ്രഹിക്കുന്നവർക്കാവാം, പിടിച്ചിരിക്കാം. ഏതുപോലെ അബൂ ത്വാലിബ് പിടിച്ചിരുന്നത് പോലെ മരിക്കുന്നത് വരെ, വലീദ് ഇബ്നുൽ മുഗീറ പിടിച്ചിരുന്നത് പോലെ മരിക്കുന്നത് വരെ. അല്ലാഹു പറയാണ് വലീദ് ഇബ്നുൽ മുഗീറയോട് എന്താണ്, സഉർഹിഖുഹു സഊദ ഇന്നഹു ഫക്കറ വഖദ്ദർ സുമ്മ ഖുതില കൈഫ ഖദ്ദർ സുമ്മ നദർ സുമ്മ അബസ വബസർ. അല്ലാഹു പറയാണ് പിന്നെ തിരിഞ്ഞു കളഞ്ഞു. സുമ്മ അബസ വബസർ. എന്നിട്ട് അല്ലാഹു പറയാണ് ഞാൻ അവനെ സഖർ എന്ന നരകത്തിലിട്ട് കരിക്കും. സഉൽഖീഹി സഖർ, ഞാൻ അവനെ സഖർ എന്ന നരകത്തിലിട്ട്. വമാ അദ്റാക മാ സഖർ, എന്താണെന്ന് അറിയുമോ സഖർ എന്ന നരകം? ലാ തുബ്ഖി വലാ തദർ, അതൊന്നിനെയും ബാക്കിയാക്കൂല, ഒന്നിനെയും വിട്ടേക്കുകയുമില്ല. ലവ്വാഹത്തുൽ ലിൽ ബശർ, തൊലികളെ കരിച്ച് രൂപം മാറ്റുന്നതാണ് സഖർ എന്ന നരകം. തുടർന്ന് ഖുർആനിലെ അവസാന സൂറത്തുൽ മുദ്ദസ്സിൽ അവസാന ആയത്ത് വരെ നമ്മൾ വായിക്കണം. ഒറ്റക്കിരുന്നിട്ട് മനസ്സിരുത്തി വായിക്കണം. ഓരോ സൂറത്തും അങ്ങനെ വായിച്ചു പോകണം. വെറുതെ ഓതിയിട്ട് വെറുതെ ഇരുന്നിട്ട് വായിച്ചിട്ട് കാര്യമില്ല. ഞാനത് ജസ്സിങ് കിട്ടുന്നേ ഉള്ളൂ. ആലോചിച്ച് വായിക്കണം. ഭയങ്കരമായ അള്ളാഹുവിന്റെ ചില വാക്കുകൾ നരകത്തെ കുറിച്ചുള്ള പറയാണ്. ഇന്നഹ ലഇഹ്ദൽ കുബർ, ഇന്നഹ ലഇഹ്ദൽ കുബർ, നരകം എന്നുള്ളത് ഗൗരവപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. നരകം എന്നുള്ളത് ഗൗരവമുള്ള ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമല്ല കേട്ടോ. ആ നരകത്തിലുള്ളതാണ്. ആ നരകത്തെ, ഈ സഖർ എന്ന നരകത്തിന് 19 കാവൽക്കാരുണ്ട്. 19 കാവൽക്കാർ. ഈ നരകത്തിന് വേണ്ടി അള്ളാഹു മലക്കുകളെ അല്ലാതെ വേറെ ആരെയും നിയമിച്ചിട്ടില്ല. എന്താ പറയാണ്, ആ മലക്കുകളെ എണ്ണം ഒരു പരീക്ഷണമായിട്ട് ഞാൻ നിങ്ങൾക്ക് വെച്ചിട്ടുള്ളത്. അതിന്റെ എണ്ണ ആർക്കും അറിയില്ല. വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാഹു, നിന്റെ റബ്ബിന്റെ പട്ടാളക്കാരുടെ എണ്ണം ആർക്കും അറിയില്ല. അതങ്ങനെ ഒരു പരീക്ഷണമാക്കി അത് വെച്ചിട്ടുള്ളത്. ആർക്കും അറിയില്ല എത്രയാണ്. ഇന്നഹ ലഇഹ്ദൽ കുബർ. നിസ്സാരല്ലേ? ചിലതെന്താ പറഞ്ഞേ, നമ്മളുടെ ഷെയ്ഖ് നരകത്തിൽ പോയാലേ നമുക്കും ആ നരകം മതി. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. ആ വാക്ക് പറയത്തക്ക എത്രത്തോളം അവരുടെ മസ്തിഷ്കത്തെ അടിമപ്പെടുത്തി നോക്കി. എന്താണ് നരകം? അള്ളാഹുവിന്റെ റസൂൽ സഹാബാക്കൾ പോലും പേടിച്ചില്ലേ? അള്ളാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞേ? ആയിഷ, അള്ളാഹുവിന്റെ റഹ്മത്ത് എന്നെ പൊതിഞ്ഞാലല്ലാതെ എനിക്ക് നാളെ രക്ഷയില്ല മോളെ എന്ന് പറഞ്ഞതാരാ? അള്ളാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നസീബാക്കട്ടെ. അതുകൊണ്ട് ഖുർആൻ ഒരു പഠന വിഷയമാക്കുക. സമയം കിട്ടുമ്പോൾ ഫോണിൽ മതി. ഞാനും ഫോണിലാണ് വായിക്കല്. ഫോണിൽ ഒരു സൂറത്ത് എടുക്കുക. ചിലത് ആവർത്തിച്ച് വായിക്കണം, ചിലത് മനസ്സിലാവില്ല. ഞാൻ പറയാം, ചിലത് എന്താവില്ല. ചില മലയാളം വായിച്ചാൽ തന്നെ ഇത് എന്തിനെ കുറിച്ചാണ് പറയുന്നത് തിരിയില്ല. ഇപ്പൊ ഈ വലീദ് ഇബ്നുൽ മുഗീറയെ കുറിച്ച് ഖുർആനിലെ പേരോ കാര്യങ്ങളൊന്നും ഇല്ല. ദർനി വമൻ ഖലഖ്തു വഹീദ മുതൽ തുടങ്ങാനായത്. നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് തന്നെ മലയാള തഫ്സീർ, അമാനി മൗലവിയുടെ തഫ്സീർ ഉണ്ടെങ്കിൽ അങ്ങനെ കിട്ടണം. അല്ലെങ്കിൽ ജസ്റ്റ് ആരോട് ചോദിച്ചാൽ മതി, നമ്മളുടെ ആരോട് ചോദിച്ചാൽ മതി. സോ ഈ ആയത്തിൽ ആരെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഇത് പറഞ്ഞത്, ജസ്റ്റ് ചോദിച്ചാൽ മതി. ആ രൂപത്തിൽ ഖുർആൻ ഒരു പാഠ്യ വിഷയമാക്കണം. ഒരു ഖുർആനിലൂടെ നമ്മൾ ഇങ്ങനെ ഓടണം, ഇങ്ങനെ വലിയ ലോകത്തേക്ക് സഞ്ചരിക്കണം. അപ്പോഴേ നമുക്കതിന്റെ ചെറുത് നമ്മളെ ഹൃദയത്തിലേക്ക് തട്ടുള്ളൂ. അല്ലാത്ത പക്ഷെ ഇങ്ങനെ പോകും, ഇങ്ങനെ ആവൂല. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് പഠിക്കാനും ഖുർആനിന്റെ ആളായിട്ട് മരിക്കാനും നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ പ്രത്യേകക്കാരായ അഹ്ലുൽ ഖുർആനിൽ പെടാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.